ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയതായിട്ട് വീട് വയ്ക്കുന്നവർ അല്ലെങ്കിൽ വീട്ടിനകത്ത് പുതിയതായിട്ട് വാർഡ്രോബ് അല്ലെങ്കിൽ അലമാര നിർമ്മിക്കുന്നവർ വരുത്തി വയ്ക്കുന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാ വാർഡ്രോബുകളും ഒരുപോലെയാണ്, കാഴ്ചയിൽ ഒരുപോലെയാണ്. എന്നാൽ അതിനകത്തുള്ള മെറ്റീരിയലാണ് ആ വാർഡ്രോബിൻ്റെ അല്ലെങ്കിൽ ആ അലമാരയുടെ ലൈഫ് തീരുമാനിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 710 മറൈൻ പ്ലൈവുഡ് എന്താണ്, വാർഡ്രോബ് നിർമ്മിക്കാൻ ഈ മറൈൻ പ്ലൈവുഡ് ആവശ്യമാണോ, MDF, HDF, കൊമേഴ്സ്യൽ പ്ലൈവുഡ് പോലുള്ള ബോർഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം വരാൻ പോകുന്നത്, ഇവയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് 710 ഗ്രേഡ് മറൈൻ പ്ലൈവുഡ്? 710 എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് അല്ല. ഇത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് 710 ഗ്രേഡിൽ നിർമ്മിച്ച ഒരു മറൈൻ പ്ലൈവുഡാണ്. ഈ പ്ലൈവുഡ് പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളത്തെയും ഈർപ്പത്തെയും വളരെ നന്നായിട്ട് പ്രതിരോധിക്കുന്നു. 72 മണിക്കൂറോ അതിലധികമോ തിളച്ച വെള്ളത്തിലിട്ടാൽ പോലും അതിൻ്റെ പാളികൾ വേർപിരിഞ്ഞ് മാറുന്നില്ല. അതുപോലെ ഉയർന്ന സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ ഉയർന്ന നിലവാരമുള്ള റെസിൻ ഉപയോഗിച്ചാണ് ഇത് ഒട്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാളികൾ ഒരിക്കലും ഇളകി മാറത്തില്ല. അതുപോലെ ഫംഗസിനെ പ്രതിരോധിക്കുന്നു. അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഗുണങ്ങളാണ് 710 ഗ്രേഡിലുള്ള മറൈൻ പ്ലൈക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിച്ചണിലായാലും ബെഡ്റൂമിലായാലും വളരെ ധൈര്യപൂർവ്വം ഈ മറൈൻ പ്ലൈവുഡ് ഉപയോഗിക്കാം. ഇനി മറൈൻ പ്ലൈവുഡുകൾക്ക് പകരം കൊമേഴ്സ്യൽ പ്ലൈയോ അല്ലെങ്കിൽ MDF, HDF ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. നമ്മളിൽ പലരും ചിലവ് കുറയ്ക്കാൻ വേണ്ടി കൊമേഴ്സ്യൽ പ്ലൈവുഡോ MDF, HDF ഒക്കെ സെലക്ട് ചെയ്യുന്നു. 2 വർഷം ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഡോറ് താഴുന്നു, ഹിഞ്ചസ് ഇളകുന്നു, ലാമിനേഷനൊക്കെ പൊളിഞ്ഞു വരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പോരാത്തതിന് അതിൻ്റെ പ്ലൈവുഡ് വീർത്ത് വരുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ബാക്കിയുള്ള പ്ലൈവുഡിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇതിൻ്റെ നമ്മൾ നിർമ്മിക്കുന്ന വാർഡ്രോബിൻ്റെ ലൈഫ് തീരുമാനിക്കുന്നത് പുറമേയുള്ള കാഴ്ചകളൊന്നുമല്ല, അതിനകത്ത് നമ്മൾ ഏത് മെറ്റീരിയലാണോ ഉപയോഗിക്കുന്നത് അതാണ് ആ വാർഡ്രോബിൻ്റെ ലൈഫ് തീരുമാനിക്കുന്നത്. ഇനി മറൈൻ പ്ലൈവുഡിന് പകരം MDF, HDF ഒക്കെ ഉപയോഗിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ഒരിക്കലും മറൈൻ പ്ലൈവുഡുകൾക്ക് പകരക്കാരനാവുന്നില്ല MDF-ഉം HDF-ഉം. കാരണം ഞാൻ പറഞ്ഞിട്ടുള്ള പ്രത്യേകതകൾ തന്നെയാണ് അതിനെ ഇതിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. മറൈൻ പ്ലൈവുഡിന് പകരം MDF, HDF എന്നിവയൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷേ മെയിൻ്റെനൻസ് കൂടുതലായിരിക്കും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും അത് മെയിൻ്റെനൻസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ചോയ്സ് എന്ന് പറയുന്നത് മറൈൻ പ്ലൈവുഡ് തന്നെയാണ്. കാരണം മറൈൻ പ്ലൈവുഡ് ആകുമ്പോഴത്തേക്കും ഏകദേശം 15 മുതൽ 25 വർഷങ്ങൾക്ക് മുകളിൽ അതിന് ലൈഫ് കിട്ടും. എന്നാൽ ഈ പറയുന്ന കൊമേഴ്സ്യൽ പ്ലൈക്കൊക്കെ ആണെങ്കിലോ ഒരു 8 മുതൽ 10-15 വർഷത്തിനകത്ത് മാത്രമേ അതിന് ലൈഫ് ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും മറൈൻ പ്ലൈവുഡുകൾക്ക് നല്ലൊരു ലൈഫ് 25 വർഷങ്ങൾക്ക് മുകളിലെ ലൈഫ് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് നമുക്ക് നിർമ്മിക്കുന്ന സമയത്ത് അല്പം കോസ്റ്റ് കൂടുതലായാലും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് മറൈൻ പ്ലൈവുഡ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വാർഡ്രോബ് തന്നെയാണ്. നമ്മൾ ഒരു മറൈൻ പ്ലൈവുഡ് വാങ്ങുമ്പോഴത്തേക്കും എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഇത് ഒരു മറൈൻ പ്ലൈവുഡിൻ്റെ സാമ്പിളാണ്. നമ്മൾ വാങ്ങുന്ന പ്ലൈവുഡിൻ്റെ ഫ്രണ്ട് സൈഡായിട്ട് അവർ ആ പ്ലൈവുഡിൻ്റെ ഡീറ്റെയിൽസ് പ്രിൻ്റ് ചെയ്തിരിക്കും. അതിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ബ്രാൻഡ് ഏതാണെന്ന് നമ്മൾ ബ്രാൻഡ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് നോക്കണം. അതുപോലെ IS 710 എന്നുള്ള ഗ്രേഡ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് നോക്കണം. 710 ഗ്രേഡിലുള്ള മറൈൻ പ്ലൈവുഡ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ ആ ഗ്രേഡ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ എത്ര വർഷമാണ് കമ്പനി വാറൻറ്റി പറയുന്നതെന്ന് ഉണ്ടായിരിക്കും. മറൈൻ പ്ലൈവുഡുകളാണെങ്കിൽ 15 മുതൽ 25 വർഷത്തിന് മുകളിലോട്ടായിരിക്കും കമ്പനി വാറൻറ്റി പറയുന്നത്. അത് എത്ര വർഷമാണെന്നുള്ളത് ആ പ്ലൈവുഡിൽ എഴുതിയിട്ടുണ്ടായിരിക്കും, പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ പാളികളുടെ ഗുണനിലവാരം നോക്കണം. അത് മനസ്സിലാക്കുന്നതിന് പ്ലൈവുഡിൻ്റെ ഈ സൈഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും.
ഇതിൽ വേറെ വോയിഡ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നിലവാരം കുറഞ്ഞ പ്ലൈവുഡൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ വോയിഡ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ ലെയറുകളൊക്കെ ഒരേ തിക്നെസ്സിലായിരിക്കത്തില്ല, അങ്ങനത്തെ വിഷയങ്ങൾ വരും. അപ്പോൾ അതൊക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ മറൈൻ പ്ലൈവുഡിനുള്ള മറ്റൊരു ഗുണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 72 മണിക്കൂറിൽ കൂടുതൽ തിളച്ച വെള്ളത്തിലായാലും അതിന് കിടക്കാനായിട്ട് സാധിക്കും. ഈ പാളികളൊന്നും വേർപിരിഞ്ഞ് മാറത്തില്ല. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ ഒരു 2 ദിവസമൊക്കെ മുക്കിയിട്ട് നോക്കാം, അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല ഗുണനിലവാരമുള്ള ഒരു മറൈൻ പ്ലൈവുഡ് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഒരു 6 അടി നീളം 7 അടി ഹൈറ്റ് 50 സെൻറ്റിമീറ്റർ ഉള്ളിലുള്ള ഒരു കബോർഡ് അല്ലെങ്കിൽ ഒരു വാർഡ്രോബ് നിർമ്മിക്കുമ്പോൾ എത്ര രൂപ ചിലവ് വരുമെന്ന് നോക്കാം. ഈ മറൈൻ പ്ലൈവുഡ് ഉപയോഗിച്ച് ഇത്തരത്തിൽ ഒരു വാർഡ്രോബ് നിർമ്മിക്കുമ്പോൾ അതിനുപയോഗിക്കുന്ന ഹിഞ്ചസ് എന്ന് പറയുന്നത് സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസ് ആണ്. അതിൻ്റെ ഹാൻഡിലൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ള ഹാൻഡിലായിരിക്കും. അങ്ങനെ ഒക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു 70,000 രൂപയാണ് ചിലവ് വരുന്നത്. ഇതിൻ്റെ 6 അടി നീളത്തിലും 7 അടി ഹൈറ്റിലും നിർമ്മിക്കുന്ന ഒരു മൈക്കൊക്കെ ഒട്ടിച്ച് നിർമ്മിക്കുന്ന ഒരു വാർഡ്രോബിന് ഏകദേശം 70,000 രൂപ വരെ ചിലവ് വരും. അതുപോലെ 25 വർഷത്തിന് മുകളിൽ അതിന് ലൈഫും കിട്ടും. ഇതാണ് മറൈൻ പ്ലൈവുഡ് ഉപയോഗിച്ചാലുള്ള ഗുണം.